ഹലോ എവരിവൺ, വെൽക്കം ടു എജ്യൂപോഡ്. എല്ലാവർക്കും മക്കളെ എജ്യൂപോഡിന്റെ +2 കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് ചാനലിലേക്ക് സ്വാഗതം. ഇറ്റ്സ് ബി യുവർ നാഫി, ഇറ്റ്സ് യുവർ സഹദ്. നമ്മൾ വന്നിട്ടുള്ളത് +2 ഹിസ്റ്ററിയുടെ പ്രഡിക്ഷൻ ആണ്. കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് പ്രഡിക്ഷൻ. +2 ഹിസ്റ്ററിയിൽ ക്രിസ്മസ് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാൻ നമ്മൾ വരുന്നു. നമ്മൾ പറയുന്നത് എക്സാമിൽ നിങ്ങൾ കാണൂ, എക്സാം പേപ്പറിൽ കാണൂ. കാരണം അത്രത്തോളം കോൺഫിഡൻസോട് കൂടിയാണ് ഈ പ്രഡിക്ഷൻ വീഡിയോ ചെയ്യുന്നത്. അതെന്താ സാറേ, ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ കണ്ടിരുന്നോ? അങ്ങനെയാണ് നിങ്ങൾ വിശ്വസിക്കുന്നതെങ്കിൽ അങ്ങനെ വിശ്വസിച്ചോ, ഞങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല. ശരിക്കും ഞങ്ങളിത് അത്രത്തോളം പ്രിപ്പയർ ചെയ്തിട്ട് വർഷങ്ങളോളമുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഞങ്ങൾ കളക്ട് ചെയ്ത് ഇരുന്നുണ്ടാക്കിയതാണ്. എന്നിട്ട് നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ ചോർത്തിയതാണോ എന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ വിശ്വസിച്ചു. എന്ത് തന്നെയാണെങ്കിലും ഇത് എക്സാം ഹാളിൽ നിന്ന് ഞങ്ങൾ പറയുന്ന ക്വസ്റ്റ്യൻസ് കണ്ടിരിക്കും. അത് ഞങ്ങളുടെ കോൺഫിഡൻസ് ആണ്, ഇത് ഞങ്ങളുടെ ഉറപ്പാണ്. അപ്പോൾ ഇത് ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റൂട്ടോ. ഒരു 5-6 കൊല്ലത്തെ PYQ നിങ്ങൾക്ക് പ്രെഡിക്റ്റ് ചെയ്യാം. ഒരു 5-6 കൊല്ലത്തെ PYQ കറക്റ്റ് ആയിട്ട് റെഫർ ചെയ്താൽ നമുക്ക് ഈസി ആയിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ നേരെ പരിപാടിയിലേക്ക് കിടക്കണം. ഫസ്റ്റിന്റെ പോർഷൻസ് ഉള്ള ക്വസ്റ്റ്യൻസ്, പിന്നെ സാർ പോർഷനുള്ള ക്വസ്റ്റ്യൻസ്. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻസ് മാത്രമേ ഡിസ്കസ് ചെയ്യുള്ളൂ. ഇതിന്റെ ആൻസർ ഇന്ന് രാത്രി 7 മണിക്ക് നടക്കുന്ന ലൈവിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. കറക്റ്റ് ആയിട്ട് ലൈവിലേക്ക് എത്തുക, സെറ്റ് ആക്കുക. അപ്പോൾ 5ാമത്തെ പാഠം മുതലാണ് നിങ്ങൾ ക്രിസ്മസ് എക്സാമിനുള്ളത്. അതിന് മുന്നേ ഉള്ള പാഠങ്ങൾ ഓണം എക്സാമിന്റെ പോർഷൻസ് ആണ്. അതിന്നും ഓരോ പാഠത്തിൽ നിന്നും ഓരോ ക്വസ്റ്റ്യൻ വീതം വരും. അത് നമ്മൾ എന്ത് ചെയ്യും, ഇന്ന് രാത്രി നടക്കുന്ന ലൈവിൽ ഡിസ്കസ് ചെയ്തിട്ട്. അപ്പോൾ ഓണം എക്സാം പോർഷൻസ് പഠിക്കാതെ പോകരുത്. അതിലെ ക്വസ്റ്റ്യൻസ് ഇന്ന് രാത്രി 7 മണിക്ക് നടക്കുന്ന ലൈവിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഈ വീഡിയോ കേരളത്തിലെ +2 ഹിസ്റ്ററി പഠിക്കുന്ന ഓരോ വിദ്യാർത്ഥിയിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കുക. അവരും കാണട്ടെ, അവർക്കും കിട്ടട്ടെ, നിങ്ങൾക്കും കിട്ടട്ടെ ഫുൾ A+. അപ്പോൾ ശ്രദ്ധിച്ചോ, അൽ ബിറൂനി 5ാമത്തെ പാഠത്ത് നിന്ന് അൽ ബിറൂനിയെ കുറിച്ച് എന്തായാലും ക്വസ്റ്റ്യൻ വരും. അത് നിങ്ങൾ പഠിച്ചിരിക്കണം. പിന്നെ ഒരു ക്വസ്റ്റ്യൻ, അന്നത്തെ കാലത്ത് ആ മിഡീവൽ ടൈമിലെ വിമൻ സ്ലേവ്സ് ആൻഡ് ലേബർ സിറ്റുവേഷൻ, സ്ത്രീകളുടെയും അടിമകളുടെയും തൊഴിലാളികളെയും അവസ്ഥ നിങ്ങൾ പഠിച്ചിരിക്കണം കേട്ടോ. അടുത്തത് 6ാമത്തെ പാഠത്തിലേക്ക് പോകുമ്പോൾ അതിൽ ഭക്തി മൂവ്മെന്റ്, അതേപോലെ തന്നെ സൂഫി മൂവ്മെന്റ്, ഭക്തി പ്രസ്ഥാനം ചോദിക്കും, സൂഫി പ്രസ്ഥാനം ചോദിക്കും. അതിൻ്റെ കൂടെ തന്നെ വീരശൈവ മൂവ്മെന്റ് അഥവാ വീരശൈവ പ്രസ്ഥാനം, അതായത് ലിംഗായത്തുകൾ, ഇത് 3 നിങ്ങൾ പഠിച്ചു വെക്കണം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ചെയ്യാനായിട്ടുള്ള ഇൻസൈറ്റുകൾ തരാൻ ഒരുപാട് കുട്ടികൾ നമ്മളെ സഹായിച്ചിട്ടുണ്ട്. കാരണം ഇന്നലെ +1 ഹിസ്റ്ററിയുടെ ലൈവ് നമ്മൾ നടന്നു. ഇന്ന് +1 ഹിസ്റ്ററിയുടെ എക്സാം ആണ്. അപ്പോൾ ഒരുപാട് കുട്ടികൾ എനിക്ക് മെസ്സേജ് അയച്ചിട്ട് ആ വീഡിയോ വേണം, ഈ വീഡിയോ വേണം, മറ്റേ വീഡിയോ വേണം, മാപ്പിൻ്റെ വീഡിയോ വേണം എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ നിങ്ങൾ +2 പഠിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആണ്, നിങ്ങൾക്കും എന്ത് ചെയ്യാം, എന്നോട് ഡയറക്റ്റ് ആയിട്ട് മെസ്സേജ് അയച്ചിട്ട് നിങ്ങൾക്ക് ആ വീഡിയോസ് ആവശ്യമുണ്ട്, ആ ഡൗട്ട് ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്ക് എനിക്ക് അയച്ചു തരാം. nafi.edupod ഓർത്ത് വെച്ചോ. ഇൻസ്റ്റഗ്രാമിൽ nafi.edupod ഒന്ന് ഫോളോ ചെയ്യുക. ഓൺലി ഫോർ എജ്യൂപോഡ് സ്റ്റുഡൻസ്. കേരളത്തിൽ 5ാം ക്ലാസ് മുതൽ +2 വരെ പഠിക്കുന്ന എജ്യൂപോർട്ടിലെ ഒരു ലൈവെങ്കിലും കാണുന്ന വിദ്യാർത്ഥികൾക്കായുള്ള ഇൻസ്റ്റഗ്രാം അക്കൗണ്ടാണ് ഇത്. നിങ്ങളൊന്ന് ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് എന്തൊക്കെ വീഡിയോ സജഷൻസ് ആണ്, നിങ്ങൾക്ക് എന്തൊക്കെ പ്രശ്നങ്ങളാണ് +2 ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ടുള്ളത്, നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് +2 ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കാനുള്ളത്, അത് നിങ്ങൾ ഇതിലേക്കൊന്ന് മെസ്സേജ് അയക്കുക, നമ്മൾ സെറ്റാക്കും. ഇനി സഹസാര പോർഷൻസിനുള്ള പ്രഡിക്ഷനുമായിട്ട് വരികയാണ്. അപ്പോൾ nafi.edupod ഒന്ന് ഫോളോ ചെയ്യുക, സെറ്റാക്കുക, റെഡിയാക്കുക. വാ, യെസ്. ഇനി സഹസാര പോർഷൻസിലേക്ക് നമ്മൾ കിടക്കുകയാണ്. യെസ്, പറഞ്ഞോ മക്കളെ. നമ്മളപ്പോൾ എന്താ ചെയ്യുന്നുണ്ട്, ഓരോ ചാപ്റ്ററിൽ നിന്ന് 7ാമത്തെ ചാപ്റ്റർ മുതൽ 12ാമത്തെ ചാപ്റ്റർ വരെയുള്ള എന്ന് വെച്ച് കഴിഞ്ഞാൽ essay ക്വസ്റ്റ്യൻ വരെ ഈ ഭാഗത്തു നിന്നാണ് വരുന്നത്. നോക്കാം, 7ാമത്തെ ചാപ്റ്റർ വിജയനഗരം എന്നുള്ള ചാപ്റ്ററിൽ അതിൽ നിന്ന് 3 ക്വസ്റ്റ്യൻ ഞാൻ പ്രഡിക്റ്റ് ചെയ്യുന്നുണ്ട്. മക്കളെ, ഞാൻ വീണ്ടും പറയുന്നുണ്ട്, പഠിച്ചു പോണേ എന്ന് വിചാരിച്ച് ഈ ക്വസ്റ്റ്യൻ മാത്രം എന്ത് ചെയ്യരുത്, പഠിച്ചു പോകരുത് കേട്ടോ. ഇത് മാത്രം പഠിച്ചു പോയാൽ 80 കിട്ടണമെന്നില്ല. പക്ഷേ ഇത് വന്നിരിക്കും. ഒന്നാമത്തെ കൃഷ്ണദേവരായർ ഒരു പ്രധാനപ്പെട്ട രാജാവായിരുന്നു എന്ന് പറയുന്നില്ലേ. അപ്പോൾ കൃഷ്ണദേവരായരുടെ കാര്യങ്ങളെ മുഴുവൻ എന്ത് ചെയ്യുക, പഠിച്ചു പോവുക. പിന്നെ അമരനായക സിസ്റ്റത്തെ പറ്റി പഠിച്ചിട്ടില്ലേ, ആ അമരനായക സിസ്റ്റം പഠിച്ചു പോവുക. പിന്നെ മഹാനവമി ദിബ്ബ, അതും എന്ത് ചെയ്യണം, കൃത്യമായിട്ട് പഠിച്ചു പോകണം. ഈ 3 കാര്യങ്ങൾ എന്തായാലും ചോദിക്കും. പിന്നെ ഹംപി കണ്ടെത്തിയത് ആരാണെന്നുള്ളത് എന്ത് ചെയ്യുക, ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെക്കട്ടെ. കേണൽ കോളിൻ മെക്കൻസി എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ, ആ കാര്യങ്ങളൊന്ന് നോക്കി വെക്കാം. നെക്സ്റ്റ് ചാപ്റ്ററിൽ നിന്ന് നോക്കുന്നത് നമ്മുടെ ഇറിഗേഷൻ ടെക്നോളജി, ജലസേചന പദ്ധതി ഉണ്ടായിരുന്നു മുഗൾ കാലഘട്ടത്തിലെ. അവരുണ്ടാക്കിയതൊക്കെ ഉണ്ടോ, മുഗൾ കാലഘട്ടത്തിൽ കാർഷിക രംഗത്ത് ഉപയോഗിച്ചിരുന്ന സാങ്കേതിക വിദ്യയും അതിൻ്റെ കുറേ എക്യുപ്മെന്റ്സ് ഒക്കെ ഉണ്ടായിട്ടില്ല, പ്ലഫ്, കലപ്പ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ കാര്യങ്ങൾ കൃത്യമായിട്ട് നോക്കണം. പിന്നെ വാട്ട് മീൻ ബൈ ജിൻസി കാമിൽ എന്നുള്ള വാക്ക് മുഗൾ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ കേട്ടുവരുന്ന പേരാണ്. എന്താണ് ജിൻസി കാമിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? പിന്നെ അതുപോലെ തന്നെ വാട്ട് ഈസ് ജമ ആൻഡ് ഹസിൽ. ഇവിടെ ഞാൻ ജമ മാത്രമേ എഴുതിച്ചിട്ടുള്ളൂ, ഹസിൽ നിന്നും കൂടി എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെക്കട്ടെ. ഇത് രണ്ടും കൂടി ഒരുമിച്ചാണ് ചോദിക്കുക, ജമയും ഹസിൽ എന്താണെന്ന്. പിന്നെ ഏറ്റവും കൂടുതൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ഞാൻ പ്രഡിക്റ്റ് ചെയ്യുന്നുണ്ട്, അതേതാണെന്ന് വെച്ചാൽ ലിമിറ്റേഷൻസ് ഓഫ് ഐനി അക്ബരിയാണ്. ഐനി അക്ബരിയുടെ പരിമിതികൾ എന്തൊക്കെയാണ്? ഐനി അക്ബരി കുറെ കൂട്ടിയെഴുത്തുകളൊക്കെ നഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞില്ലേ, ആ സാധനം തന്നെ ഐനി അക്ബരി. നെക്സ്റ്റ് ചാപ്റ്ററിൽ നിന്ന് കൂടുതലുള്ളത് അക്ബർനാമയും ബാദ്ഷാനാമയും കൃത്യമായിട്ട് പഠിച്ചോ. ഇതിൽ ഏറ്റവും കൂടുതൽ സാറ് ഏതാണ് ചോദിക്കാൻ ചാൻസ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ബാദ്ഷാനാമയേക്കാൾ കൂടുതൽ ചോദിച്ചിട്ടുണ്ട് അക്ബർനാമ. പക്ഷേ
അക്ബർ നാമ മാത്രം പഠിച്ചു പോകണ്ട, അക്ബർ നാമയും ബാദ്ഷാ നാമയും കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കോ. പിന്നെ ഏറ്റവും എസ് എ ക്വസ്റ്റ്യൻ പോലെ വന്ന മറ്റൊരു ക്വസ്റ്റ്യൻ, ഡിസ്കസ് ദി ക്യാപിറ്റൽ സിറ്റീസ് ആൻഡ് കോർട്ട് ഓഫ് ദി മുഗൾ പീരീഡ്. മുഗൾ കാലഘട്ടത്തിലെ തലസ്ഥാനങ്ങളെ പറ്റിയിട്ട്, ലോധി തലസ്ഥാനം എന്നൊക്കെ പറഞ്ഞില്ലേ, അത് കൃത്യമായിട്ട് എന്ത് ചെയ്യുക, പഠിച്ചു വെച്ചു പോവുക. പിന്നെ ബാദ്ഷാ നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മൾ പറയുന്ന കാര്യമാണ് പെർമനന്റ് സെറ്റിൽമെന്റ്, നെക്സ്റ്റ് ചാപ്റ്റർ എന്നുള്ളതാണ് കേട്ടോ. പെർമനന്റ് സെറ്റിൽമെന്റ്, അതുപോലെ തന്നെ റൈറ്റ് വാരി സെറ്റിൽമെന്റ് ഇല്ലേ, ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നമ്മൾക്ക് പഠിച്ചില്ലേ, റൈറ്റ് വാരി എന്നൊക്കെ പറഞ്ഞിട്ട് ഡെക്കാനിലൊക്കെ വന്നത്, അത് കൃത്യമായിട്ട് പഠിച്ചു പോകണം. പിന്നെ അതുപോലെ തന്നെ വരുന്ന മറ്റൊരു കാര്യമാണ് വാട്ട് ആർ ദ മേജർ റീസൺസ് ഓഫ് 1857 റിവോൾട്ട്, 1857 റിവോൾട്ട്. അപ്പോൾ ഞാൻ അടുത്ത PPT അത് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, രാജ്മഹൽ ഹിൽസിലെ ഏതൊക്കെ നമ്മുടെ പഹാരിയകൾ, അതുപോലെ തന്നെ സാന്താളി, അവരുടെ ലൈഫ് സ്റ്റൈൽ എന്ത് ചെയ്യണം, നോക്കിപ്പോണം. അത് കൃത്യമായിട്ട് നോക്കിപ്പോകേണ്ട കാര്യമാണ്. പിന്നെ നമ്മുടെ 1857 ഏറ്റവും കൂടുതൽ നടന്നത് നമുക്കറിയാം ഉത്തർപ്രദേശിലാണ്. സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ വെച്ചിട്ടാണ്, മീററ്റിൽ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. എവിടെയാണ്, മീററ്റിലാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ നടന്നത്, അതിൻ്റെ ഒരു എഫക്റ്റ് ഉണ്ടായത് ഔദിൽ വെച്ചിട്ടാണ്. അതെന്തുകൊണ്ടാണ് ഔദിൽ ഇത്രത്തോളം വ്യാപകമാവാനുള്ള കാരണം, അത് നോക്കണം. പിന്നെ വരുന്നതാണ് അവിടുത്തെ പ്രധാനപ്പെട്ട സംഭവമാണ് ഇമേജസ്. നമ്മൾ വെസ്റ്റേൺ ഇമേജിനറീസ് ഉണ്ട്, നാഷണലിസ്റ്റ് ഇമേജിനറീസ് ഉണ്ട് അല്ലേ, പാശ്ചാത്യ ചിത്രീകരണവും പിന്നെ അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞിരുന്ന വെസ്റ്റേൺ അല്ലെങ്കിൽ നമ്മുടെ ദേശീയ കാര്യങ്ങളൊക്കെ, ചിത്രങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞ, നമ്മൾ പറഞ്ഞ ഇൻ മെമ്മോറിയൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അത് കൃത്യമായിട്ട് പഠിക്കണം. പിന്നെ മക്കൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് 1857 റിവോൾട്ടിൻ്റെ റീസൺസ്, കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് അതും എന്ത് ചെയ്യണം, നോട്ട് ചെയ്ത് വെക്കണം. ഓക്കെ, പിന്നെ 12ാമത്തെ ചാപ്റ്റർ ഗാന്ധിജിൻ്റെ ചാപ്റ്ററിൽ നാഷണൽ മൂവ്മെൻറ്റ്, അതിൽ നിന്ന് എസ് എ ക്വസ്റ്റ്യൻ, ഇതിൻ്റെ അതുപോലെ തന്നെ റിബൽസ് ആൻഡ് രാജ് എന്നുള്ളതാണ് എസ് എ ക്വസ്റ്റ്യൻ ഉണ്ടാവുക. ഏറ്റവും കൂടുതൽ എസ് ഉണ്ടാവുന്ന ഒരു ചാപ്റ്ററാണ് ഏതെന്ന് പറയുന്നത് ഈ സംഭവങ്ങൾ. ഇതിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ പഠിച്ചുകൊണ്ടത് ഏർലി സ്ട്രഗിൾസ്, ഗാന്ധിജിൻ്റെ ആദ്യകാല സമരങ്ങൾ പഠിക്കണം, സാൾട്ട് സത്യാഗ്രഹം പഠിക്കണം, ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് പഠിക്കണം, പിന്നെ അതുപോലെ തന്നെ നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ്, നിസ്സഹകരണ സമരം. ഇത് കൃത്യമായിട്ട് എന്ത് ചെയ്യണം, മക്കൾ പഠിച്ചു പോകണം. അപ്പോൾ ഈ പഠിച്ചു പോലും മാത്രമല്ല, ഇനി അഥവാ എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റിയ എൻ്റെ ഇൻസ്റ്റഗ്രാം പേജാണ് ഇത് മക്കളെ. നിങ്ങൾക്ക് കേരളത്തിലെ അങ്ങോളമുള്ള SP സഹദ എന്നുള്ളതുണ്ട്. കേരളത്തിലെ അങ്ങോളമുള്ള ഹ്യൂമാനിറ്റീസിൻ്റെ മക്കൾക്കായിട്ട് ഞാൻ എൻ്റെ ചാനൽ തുറന്നു കൊടുക്കുകയാണ്. ചാനലല്ല, ഇൻസ്റ്റഗ്രാം പേജ് ഒന്ന് മാറിക്കൊടുക്കും നിങ്ങൾ. ഓക്കെ, SP സഹദ എന്നുള്ളത്. അപ്പോൾ അതെന്ത് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് ആവശ്യമുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ചോദിക്കുക. അതേപോലെ nafi.eduboard, അത് ഓൺലി ഫോർ എഡ്യൂപോർഡ് സ്റ്റുഡൻസ് ആണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുക ഇന്ന് രാത്രി 7 മണിക്ക് നടക്കുന്ന ലൈവിലൂടെ. അപ്പോൾ പരമാവധി നിങ്ങൾ ആ ലൈവിലേക്ക് എത്തുക. നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി നിർബന്ധമായും ജോയിൻ ചെയ്യാൻ, അതിന്റെ നോട്ടുകളൊക്കെ നമ്മൾ ഈ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി അയച്ചു തരാം. ഗ്രൂപ്പിലേക്ക് ഇട്ടോട്ടല്ലേ, നിങ്ങൾ ക്ലാസ് ഗ്രൂപ്പിലേക്കൊക്കെ ഷെയർ ചെയ്തോ. ലിങ്ക് നിങ്ങൾ ഇപ്പോൾ ഈ വീഡിയോ ഉണ്ടല്ലോ, നേരെ ക്ലാസ് ഗ്രൂപ്പിലേക്ക് ഇട്ടോ, ഒന്നും പറയില്ല ടീച്ചർ. യെസ്, ക്ലാസ് ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യുക, പരമാവധി ഷെയർ ചെയ്യുക. അപ്പോൾ ലൈവിലേക്ക് കറക്റ്റ് ആയിട്ട് ബാക്കിയൊക്കെ നമ്മൾ ലൈവിൽ സെറ്റ് ആക്കും. സോ എക്സാം പേപ്പർ കാണുമ്പോൾ ഒരു പുഞ്ചിരി ഉണ്ടായിരിക്കണം.